Welcome to Pinaka Mentors. My name is Revati Krishnan. I'm going to brief you about UGC NET Environmental Science exam. അപ്പോൾ നമുക്കറിയാം നെറ്റ് എക്സാം എന്തിനാണ് നടത്തുന്നത്, എപ്പോഴാണ് നടത്തുന്നത്, ആരാണ് നടത്തുന്നത് എല്ലാം അറിയാം. നമുക്ക് ആകെപ്പാടെ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് എങ്ങനെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത്. സോ അതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് പ്രധാനമായിട്ടും ആ കണ്ടന്റ്, സിലബസിനനുസരിച്ചുള്ള കണ്ടന്റ് നല്ല രീതിയിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന് നല്ല ഉറപ്പുണ്ടായിരിക്കണം. ആ കണ്ടന്റ് എല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കി അതിൽ നമ്മൾ തറവായിരിക്കണം. കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം പഠിച്ചാൽ മതി. കാരണം ഇതൊരു നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. സോ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു ഉദ്ദേശം. സോ നമുക്കൊരു സാധനത്തിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു മേക്കപ്പ് അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വൺ തിങ് അബൌട്ട് UGC നെറ്റ് എക്സാം ഓർ ജനറലി ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമിന്റെ പാറ്റേണിൽ നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് നോട്ട് അബൌട്ട് ഫൈൻഡിങ് ദ റൈറ്റ് ആൻസർ, ഇറ്റ്സ് അബൌട്ട് റൂളിംഗ് ഔട്ട് ദ റോങ് ആൻസേഴ്സ്. അപ്പൊ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അതാണ്, വിച്ച് ഈസ് ദ റോങ് ആൻസർ എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പൊ അതിനൊരു തറോ റീഡിങ്, ആ കണ്ടന്റിനെ പറ്റിയുള്ള ഒരു പ്രോപ്പർ റിയലൈസേഷൻ നമ്മൾ അതിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു ബാലുകേറ മലയൊന്നുമല്ല. നമുക്കൊരു പ്രോപ്പർ പ്ലാൻ, ഒരു ഷെഡ്യൂൾ, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പ്രോപ്പർ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു നല്ല സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഷെഡ്യൂള് ഫോം ചെയ്യാൻ പറ്റാതെ വരിക എന്നുള്ളത്. അപ്പോൾ ഇതിന് പെർ ഡേ ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയിലോ ഉള്ള ഒരാളോ മറ്റോ ആണെങ്കിൽ പെർ ഡേ 5 hours ഡിവോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നെറ്റ് ഒരു 3 months പ്രയർ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യു കെൻ ക്വാളിഫൈ ദാറ്റ്. ഇനി അല്ല ഇതിനു വേണ്ടി മാത്രം ഡിവോട്ട് ചെയ്തിരിക്കുന്ന ഒരാളാണ്, ഒബ്വിയസ്ലി യു ഹാവ് ടു ഗീവ് അറൌണ്ട് ഒരു 8 hours പെർ ഡേ യു ഹാവ് ടു ഡിവോട്ട്. ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണമെന്ന് പറഞ്ഞു. സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി 5 hours എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല ഇപ്പോൾ മോർണിംഗ് ഒരു 2 hour പോലെ 3 hour അല്ലെങ്കിൽ നൈറ്റ് ഒരു 2 hours അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടും സ്റ്റഡി ചെയ്യാം. രാവിലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, നോട്ട്സ് പഠിക്കുക അല്ലെങ്കിൽ കണ്ടന്റ് എല്ലാം വായിക്കുകയും രാത്രിയിലുള്ള 2 hours നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യും. പല രീതിയിൽ നമുക്ക് നമ്മുടെ ടൈം ടേബിൾ, നമ്മുടെ ടൈം, നമ്മുടെ സൗകര്യം അനുസരിച്ച് മാറ്റുകയും ഒക്കെ ചെയ്യാൻ പറ്റും. But it all depends upon how you want to prepare or how much time you have to devote or how to clear net exams. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം നമ്മളുടെ ഫോക്കസ് പോകുന്നത് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനിലേക്കായിരിക്കണം. നമുക്ക് എപ്പോഴും ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നെറ്റ് എക്സാം പ്രിപ്പറേഷന് വളരെ അത്യാവശ്യമാണ്. അത് 5 hours ആവാം, ഒരു 7 hours സ്റ്റഡി ആവാം, 8 hours ആവാം, 10 to 12 hours വരെ നമുക്ക് പഠിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ ആ ഒരു വർക്ക് ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രം ടൈം ഡിവോട്ട് ചെയ്ത ആളാണോ, വേറെ എന്തെങ്കിലും പഠിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന ആളാണോ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. സോ വി കൻ ഹെൽപ്പ് യു ടു മേക്ക് യുവർ സെൽഫ് എ ടൈം ടേബിൾ ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് യു ആർ ഡൂയിങ്. രണ്ടാമത്, ഈ സിലബസ് നല്ലോണം തറവാക്കുന്നതിനോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഒബ്വിയസ്ലി അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് നമ്മൾ സോൾവ് ചെയ്യുന്നത് വഴി നമുക്ക് ആ എക്സാമിന്റെ ഒരു പേസ് കീപ്പ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ടൈം ബൗണ്ട് ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും പറ്റും. ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനും പറ്റും. നമുക്കറിയാം UGC നെറ്റ് എക്സാമിന് 2 പേപ്പേഴ്സ് ആയിട്ടാണ് നടത്തുന്നത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 ജനറൽ കാര്യങ്ങളാണ്. അപ്പം റീഡിംഗ് കോംപ്രിഹെൻഷൻ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ അനാലിസിസ്, മാത്തമാറ്റിക്കൽ റീസണിങ്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് പേപ്പർ 1 വരുന്നത്. ഇനി പേപ്പർ 2 നമ്മുടെ സബ്ജക്ട് വൈസ് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവിടെ ഒരു 100 ക്വസ്റ്റ്യൻസും പേപ്പർ 1 ഒരു 50 ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവുന്ന. ഈ 100 ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് തന്നേക്കുന്ന സിലബസിനകത്തുനിന്ന് അറൌണ്ട് 10 ചാപ്റ്റേഴ്സ് ഉണ്ട് EVSന്റെ സിലബസിനകത്ത്. അപ്പൊ ആ ഒരു 10 ചാപ്റ്റേഴ്സിനകത്ത് എവിടെ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അലോങ് വിത്ത് ദാറ്റ് ഇതൊരു ഇന്റർഡിസിപ്ലിനറി സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരിക്കും ഇതിന് വേണ്ടത്. ജനറൽ കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ റിലേറ്റഡ് കാര്യങ്ങൾ, അതിനുള്ള ട്രീറ്റീസ്, ആക്ട്സ്, അതിനെപ്പറ്റി എല്ലാം ഇവിടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം.
ഒന്നും മഗപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സ്റ്റഡിങ്, അല്ലെങ്കിൽ ആ കണ്ടന്റ് എന്താണ്, ആ ഒരു പോയിന്റിനെ പറ്റി നല്ല കാര്യമായിട്ട് തറവായിട്ട് പഠിച്ചു വെച്ചേക്ക്. ദാറ്റ്സ് ഓൾ. നെറ്റിനെ പറ്റിയുള്ള വേറെ കാര്യം വെച്ചാൽ ഈവൻ മൈന്യൂട്ട് ഡീറ്റെയിൽസ് മാറ്റർ. എപ്പോഴും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യുകയാണെന്ന് വെച്ചോ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നത് വഴി നമുക്ക് ഏറ്റവും വലിയൊരു അസറ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്രം 1 question യു ക്യാൻ ഗെറ്റ് ദ ആൻസേഴ്സ് ഫോർ 4 questions. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ടാവും ഓരോ ക്വസ്റ്റ്യൻസിനും. അപ്പൊ ആ 4 ഓപ്ഷൻസിന്റെയും ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ആ 4 ഓപ്ഷൻസിന്റെയും ക്വസ്റ്റ്യൻസ് ഏതായിരിക്കാം എന്ന് നമ്മൾ നോക്കുന്നത് വഴി യു വിൽ ബി ഏബിൾ ടു ഗ്രാസ്പ് ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് നോളജ്. അപ്പൊ നമുക്ക് അത്രയും വൈഡ് ആയിട്ട് നമ്മുടെ ഒരു സ്റ്റഡി ഇത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് അത്. നമ്മുടെ സ്റ്റഡി കുറച്ചുകൂടെ വാസ്റ്റ് ആക്കാൻ അല്ലെങ്കിൽ ഇന്റൻസീവ് ആക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള പേടിയോ ടെൻഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. കീപ്പ് ഓൾ ദാറ്റ് അസൈഡ്. അപ്പോൾ നിങ്ങൾ സ്റ്റഡിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, നോട്ട്സ് നല്ലോണം പഠിക്കുക, എക്സാം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, അങ്ങനെ ഒരു ടൈം ടേബിൾ മാത്രം കീപ്പ് ചെയ്ത് പോവുക. ഡോണ്ട് വറി അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എക്സാം എങ്ങനെ ആയിരിക്കും, ടഫ് ആയിരിക്കും, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ നല്ലോണം വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ആ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും, അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഓൾ ദോസ് തിങ്സ് ആഫ്റ്റർ ദ എക്സാം. പിന്നെ നമ്മൾ സക്സസ് ഇസ് 99% പെർസ്പിറേഷൻ ആൻഡ് 1% ഇൻസ്പിറേഷൻ. സോ 99% നിങ്ങൾ വർക്ക് ചെയ്യുക, പിന്നുള്ള ഒരു 1% നമുക്ക് ലക്കിന് വിട്ടുകൊടുക്കാം. എവറി ടൈം വെൻ ആൻ എക്സാം ഈസ് കണ്ടക്റ്റഡ് നമുക്ക് അതിനൊരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ആ എക്സാം ഏത് ലെവലായിരിക്കും, ചിലപ്പോൾ മോഡറേറ്റ് ആവും, ഈസി ആവും, ടഫ് ആവും. അപ്പൊ അതിനനുസരിച്ച് തന്നെ അതിന്റെ കട്ട് ഓഫ് മാർക്സും ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ സമയത്തും ഓരോ ഇയറിലും കട്ട് ഓഫ് ഡിഫറെന്റ് ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റൻസിറ്റി ഓഫ് ദ എക്സാം. അത് ഈസി ടു ഡിഫിക്കൾട്ട് ആ ഒരു ലെവൽ പോകും തോറും ഈസി ആണെങ്കിൽ കട്ട് ഓഫ് വളരെ കൂടും, ഡിഫിക്കൾട്ട് ആണെങ്കിൽ കട്ട് ഓഫ് നല്ല കുറയും. അപ്പോൾ ആ ഒരു റേഞ്ചിനകത്ത് നിൽക്കും. അപ്പോൾ എവറി ടൈം യു ഹാവ് ടു പ്രിപ്പയർ. നിങ്ങൾക്ക് പേഴ്സണലി ഒരു എക്സാം ഓക്കെ ആവണം, അല്ലെ മോഡറേറ്റ് ആവണമെങ്കിൽ യു ഹാവ് ടു പ്രിപ്പയർ വെരി വെൽ. അപ്പൊ പ്രിപ്പറേഷനിൽ മാത്രം നമ്മൾ എപ്പോഴും ശ്രദ്ധ കൊടുക്കുക. ബാക്കിയുള്ളത് എക്സാംസിനെ പറ്റിയുള്ള ബാക്കി ടെൻഷൻ നമ്മൾ അവിടെ മാറ്റി വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ധാരാളമായിട്ട് സോൾവ് ചെയ്യണം. അങ്ങനെ അത് സോൾവ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ആ ഒരു എക്സാമിന്റെ പേസ്, അതിന്റെ ടൈപ്പ്, രീതി, എത്ര ടൈം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ, സെൽഫ് ഇവാലുവേഷൻ, ഇതെല്ലാം ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു അതിന്റെ ബേസിസിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ലെക്ചേഴ്സിനോടൊപ്പം തന്നെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം ഇൻവോൾവ് ചെയ്തിട്ടുള്ള നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം എല്ലാ ആഴ്ചകളിലും UGC നെറ്റ് എക്സാമിന്റെ സെയിം പാറ്റേണിൽ ഒരു മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നുണ്ടാവും. അപ്പൊ ആ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വഴി, ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് വഴി നമുക്ക് സെൽഫ് ഇവാലുവേഷൻ നടത്താൻ പറ്റും, നമ്മളുടെ എക്സാമിനേഷൻ പ്രിപ്പറേഷന്റെ പ്രോഗ്രസ്. അപ്പൊ അത് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ അത് എഫിഷ്യന്റ് ആക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നത് വഴി. പിന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുപോകും, ഒത്തിരി ക്വസ്റ്റ്യൻസിനോട് നിങ്ങൾ എക്സ്പോസ്ഡ് ആവും. അപ്പൊ അത്രയും നിങ്ങളുടെ ഒരു പവർ, സോൾവിംഗ് പവർ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് വഴി പറ്റും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് പഠിക്കുന്നതും വളരെ മികച്ച ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യന് നല്ല രീതിയിലൊന്ന് എടുക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 4 ആൻസേഴ്സ്, ആ 4 ആൻസേഴ്സിന് നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ 4 ക്വസ്റ്റ്യൻസ് ഏതാണെന്ന്, ഓരോ ആൻസറിന്റെയും ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത് വഴി നമുക്ക് അത്രയും കൂടി ടോപ്പിക്ക് വൈഡ് ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കുറെ ഉപയോഗങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടും. അപ്പോൾ all the very best to all NET aspirants. See you soon with more videos from Pinnacle Mentors. Thank you so much.